എനിക്ക് തെറ്റിയിട്ടില്ല ഹരി. ജീവന് നിങ്ങൾ പറയുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ പുറത്തുണ്ട് നിത്തി. ഇനി എനിക്ക് തെളിവെടുക്കാനൊന്നുമില്ല. ഇതൊക്കെ തോന്നലാണ് ഹരി. സാറയുടെയും ഹരിയുടെയും ഒക്കെ തോന്നൽ. ഞാനിത് ഇവിടം വെച്ച് അവസാനിപ്പിച്ചു. ഇനിയെല്ലാം വിധി പോലെ വരട്ടെ. നിത്യ, താൻ വേദനിക്കേണ്ടി വരും. ഇതല്ല സത്യം എന്നുള്ളത് ഒരിക്കൽ താൻ തിരിച്ചറിയും. അന്ന് താൻ കരയും. അപ്പോഴും ഞാൻ തൻ്റെ അടുത്തുണ്ടാവും, തന്നെ കാത്ത്, തൻ്റെ കണ്ണീര് തുടയ്ക്കാൻ. കഴിഞ്ഞോ സാറേ തെളിവെടുപ്പ്? ഞാൻ മോശമാണെന്ന് നെറ്റിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ. എന്നിട്ട് എന്തായി? നീ കളിക്കുന്നത് ജീവനോടാടാ. ജീവൻ നടന്ന വഴികളിലൊന്നും നീ നടന്നിട്ടില്ല. ഒപ്പം പിടിക്കാൻ നിനക്കാവില്ലടാ. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? മറ്റൊരുത്തന്റെ ഭാര്യയെ സ്വന്താക്കാൻ വേണ്ടിയിട്ടാണോ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അന്തസ്സൊരൽപ്പം ബാക്കിയുണ്ടെങ്കിലേ അവളെ ഒന്നങ്ങ് വിട്ടൂടെ? എന്താ അവളിൽ കാണുന്ന ഇത്രയും വലിയ പ്രത്യേകത? ഒന്ന് കേക്കട്ടെ. എല്ലാം തിരിച്ചറിഞ്ഞ നിന്റെ മുമ്പിൽ ഇനി ഒന്നും ഒളിക്കേണ്ട കാര്യമില്ല. ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, നിത്യ എൻ്റെ പെണ്ണാണെന്ന്. അവളുടെ നിഴലിൽ പോലും ചവിട്ടരുതെന്ന്. അങ്ങനെ ഒരുത്തൻ ചവിട്ടിയ അതിൻ്റെ കൂലി അവൻ്റെ ജീവനാ. കൊള്ളാം ജീവ, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെ ഈ കൂട്ടുകെട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ ക്രിമിനൽ സ്വഭാവമുള്ള രണ്ടുപേർക്ക് ഒന്നിക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ക്രിമിനലുകൾക്കൊരു ചിന്തയുണ്ട്. കൈക്കും മെയ്ക്കും ബലം ഉണ്ടായാൽ ആരെയും പേടിപ്പിക്കാമെന്ന്. എന്നാൽ പേടി എന്തെന്ന് അറിയാതെ വളർന്നവന് അത് നിന്നെപ്പോലെ ഇവനെപ്പോലെയും ഗുണ്ടായിസം വശമുള്ളതുകൊണ്ടല്ല.
മനുഷ്യനെ അറിയാവുന്നതുകൊണ്ട്, അവരുടെ കൂടെ നടന്നതുകൊണ്ട്, മണ്ണിനെ സ്നേഹിച്ചതുകൊണ്ട്, മണ്ണിൽ പണിയെടുത്തതുകൊണ്ട്. പിന്നെ നിത്യയുടെ കാര്യം. നീ കരുതുന്നത് പോലെ അവൾ നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. അവളുടെ കഴുത്തിൽ നീ കെട്ടിക്കൊടുത്തൊരു താലിയുണ്ടല്ലോ, അതിന് അവളൊരു ബഹുമാനം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അതും ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല. അവളെ ഞാൻ സത്യം ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അത് ഇന്നെന്നല്ല, എന്റെ അവസാന ശ്വാസം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. നീ എന്റെ നേരെ കൈ ഉയർത്തിയ പാടത്തെ കളവെട്ടിക്കളയുന്ന പഴയൊരു ശീലമുണ്ട് എനിക്ക്. കൊത്തിയരിഞ്ഞ് കളയുന്നില്ല ഞാൻ. ഹരിയുടെ ദേഹത്ത് തൊട്ടുപോകരുത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഈ രണ്ട് കുടുംബങ്ങളും യുദ്ധക്കളമാക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? നിങ്ങളെ തടയാൻ ഹരി മുന്നിലുണ്ടാവും. ഞങ്ങൾ ഇവന്റെ പിന്നിലും. ഒരിക്കൽ ഞാൻ ആൻറ്റിക്ക് വാക്ക് തന്നിരുന്നു, നിത്യയെ ഞാൻ സംരക്ഷിച്ചോളാന്ന്. പക്ഷേ അതിൻ്റെ ഈ ജീവന്റെ വരവോടെ എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി. അതിപ്പം ഞാനങ്ങ് മാറ്റുക. ആൻറ്റി, ഇത് ഹരിയുടെ ചങ്കിൽ തൊട്ട വാക്കാ. നിത്യയെ ഞാൻ കാക്കും. നിത്യയ്ക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. മോളെ, നീ പിന്നെ മനുവിനെ വിളിച്ചില്ലേ? ഇല്ല. ആന്ത വിളിക്കായിരുന്നു. ദേ, നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് സംസാരിക്കാനില്ലേ? അത് പിന്നെ മോളെ ഏട്ടനറിയാം എവിടെ സംസാരിച്ച് തുടങ്ങണം, എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. മോള് പേടിക്കണ്ട. അതിനെ ഏട്ടനൊരു അവസരം ഉണ്ടാക്കിത്തരാം. മനുവിനോട് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. മനുവിനെയും കൂട്ടി നമുക്കൊന്ന് പുറത്തു പോവാം. എന്നിട്ട് നിങ്ങൾ മാത്രമായിട്ടിരുന്ന് സംസാരിക്കേ. പറയാനും കരയാനുള്ളതൊക്കെ തീർക്ക്. അപ്പോഴേ നീ ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയോട് പൊരുത്തപ്പെടും. അതൊന്നും വേണ്ട. വേണം മോളെ, നിന്റെ നല്ലതിനല്ലേ പറയുന്നത്. ജ്യോതി, ഏട്ടൻ പറയുന്നത് നല്ല കാര്യല്ലേ? നീ ചെല്ല്. വേണമെങ്കിൽ നിത്യം നമ്മളോട് വരട്ടെ. അപ്പോൾ നിനക്ക് വേറെ ടെൻഷനൊന്നുമില്ലല്ലോ. പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിത്യം ഉണ്ടെങ്കിലേ പിന്നെന്താ കുഴപ്പം? നിത്യേച്ചി,
മനുവും നീയും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴും നിന്റെ മനസ്സിൽ എന്തൊക്കെ ആശങ്കകൾ കിടക്കുന്നില്ലേ? അതൊക്കെ മാറ്റാൻ കഴിയുന്നെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല. നിനക്ക് നല്ലത് വരാനല്ലേ നിത്യേച്ചി ആഗ്രഹിക്കാറുള്ളൂ. ചേച്ചി കൂടെ വരാം. നിത്യ, മനു, ജ്യോതി എല്ലാവരെയും ഒരുമിച്ച് ഒരിടത്ത് കിട്ടാന്നുള്ളതാ എനിക്ക് വേണ്ടത്. അങ്ങനെ പോകുന്നെങ്കിൽ ഹരിയെ കൂടി വിളിച്ചോ. ഹരിയില്ലാതെ ആരും ഒരിടത്തും പോവില്ല. അമ്മേ, അറിയില്ലേ, ഞാൻ ഇവളുടെ ഏട്ടനാണ്. ഇവളെ പുറത്തു കൊണ്ടുപോയാലേ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനെനിക്ക് ആരുടെ ആവശ്യമില്ല. ഈ വീട്ടിൽ നിന്ന് ഇവൾ ഇറങ്ങണമെങ്കിൽ ഹരി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ യാത്ര ഞാൻ തടസ്സപ്പെടുത്തിയൊന്നുമില്ല. മനസ്സിലായോ മോനെ? എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഹരിയും കൂടെ കൂടെ വരട്ടെ. നിത്യ, നിങ്ങൾ റെഡിയാവും? വേഗം റെഡിയാവും. വാ. ഞാൻ ദീപനെ കൂടെ അയക്കുകയാണല്ലേ. മകൻ്റെ കരുത്തറിയാത്ത അമ്മ. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ എന്റെ പരാതി കൊടുക്കുന്നത്. അത്രത്തോളൊന്നും ആയിട്ടില്ലല്ലോ മോൻ. മുരുകാ, എന്താ ജീവ കാണണമെന്ന് പറഞ്ഞത്? മനു വന്ന് പോയിട്ട് താൻ ജ്യോതിയോട് സംസാരിച്ചിരുന്നു? സംസാരിച്ചു. അവളുടെ മനസ്സിപ്പോഴും പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല അല്ലേ? അവൾ ആകെ കൺഫ്യൂഷനിലാ. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ആരായാലും അങ്ങനെയായി പോവല്ലോ. നിത്യ, നമ്മൾ വിചാരിച്ച അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ജ്യോതി മനുവിൻ്റെ ജീവിതത്തിലേക്ക് പോകുന്നത് പൂർണ്ണമായ സന്തോഷത്തോടെ ആയിരിക്കണം. അവളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രയത്നത്തിന് ഒരു ഫലവും ഉണ്ടാവില്ല. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പോരട. ദാമ്പത്തിക ജീവിതത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായാൽ അതെത്രത്തോളം മനസ്സിനെ ആഴത്തിൽ ബാധിക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ രണ്ടുപേരും. എൻ്റെ തെറ്റുകൾ കൊണ്ട് എനിക്ക് സംഭവിച്ചത് എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല.
അവൾ സേഫായിരിക്കണം. എപ്പോൾ നമ്മൾ അവളെ കണ്ടാലും അവളുടെ മുഖത്തൊരു ചിരി ഉണ്ടാവണം. അവളുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അതുപോലെ ചെയ്യും. പറയൂ. താൻ ജ്യോതിയും കൂട്ടി ഒന്ന് പുറത്തു പോകണം. അവിടെ മനു വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. ഇവിടെ നമുക്കിടയിൽ സംസാരിക്കാൻ അവർക്ക് പരിധിയുണ്ടല്ലോ. എന്തു പറയുന്നു? അത് അമ്മയോടൊന്ന് ചോദിച്ചിട്ട്. ആ, തൽക്കാലം അത് വേണ്ട. അമ്മ കാരണവന്മാരുടെ ന്യായങ്ങൾ പറയും. പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചേ പറ്റൂ. താൻ തൽക്കാലം വേറെന്തെങ്കിലും പറഞ്ഞ് അവളെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങും. ഞാൻ നോക്കട്ടെ. അമ്മയോട് പറയുന്നതിൽ എതിർപ്പുണ്ടായിട്ടല്ല. ഞാനാണ് ഇത് പറഞ്ഞതെന്ന് അമ്മ അറിഞ്ഞാലേ അമ്മ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ തപ്പിപ്പിടിക്കും. അവരുടെ ഭാവി പ്രശ്നത്തിലാവരുതല്ലോ. ജീവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അവരൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ജ്യോതിയുടെ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. ശരി, എന്നത്താൻ ചെല്ല്. നീ എന്നെ വിശ്വസിക്കുന്നെത്തിയ ചുറ്റുമുള്ളവർ മുഴുവൻ എന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു പട്ടിയെപ്പോലെ വാലും ചുരുട്ടി നീ എൻ്റെ പുറകെ വരും. ഒരു ജീവിതം മോഹിച്ച് എൻ്റെ പുറകെ വരുന്ന നിനക്ക് ഞാൻ തരുന്നത് മരണമായിരിക്കും. ജ്യോതി, എനിക്കൊന്ന് പുറത്തു പോണം. 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നീ എൻ്റെ കൂടെ ഒന്ന് വരാവോ? ഇല്ല നിത്യേച്ചി, ഞാൻ എങ്ങോട്ടും ഇല്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ പുറത്തു പോരാൻ നല്ല ഉത്സാഹമാണല്ലോ നിനക്ക്. ഇപ്പൊ എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല, ഇപ്പൊ ഒരു മൂഡില്ല. അതൊക്കെ മാറും. ഈ മുറിക്കകത്ത് തന്നെ അടച്ചിരുന്നിട്ടാ ഒന്ന് പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവരുമ്പോ ഒരു വ്യത്യാസം വരും. എനിക്കെന്തായാലും തനിച്ചു പോവാൻ പറ്റില്ല. നീ വരുന്നില്ലെങ്കിൽ ഞാനും വേണ്ടെന്ന് വെക്കാം. അയ്യോ വേണ്ട, നിത്യേച്ചി പൊയ്ക്കോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കുന്നത് ഒന്ന് സ്വസ്ഥത കിട്ടാനാ. ഇവിടെ ഇപ്പം അതില്ലല്ലോ. പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലും അല്ലാതെ നമ്മുടെ വീടിനകത്ത് ഇപ്പം എന്താ നടക്കുന്നത്? ചില സമയത്ത് ഈ വീട് വല്ലാതെ ബോറടിക്കും. നീ ഒന്ന് റെഡിയാവു ജ്യോതി. ശരി, ഞാൻ വരാം. എനിക്ക് റെഡി ആവാനൊന്നുമില്ല. അത് വേണ്ട, റെഡി ആവണം. കല്യാണമൊക്കെ അടുത്ത് വരുന്ന പെൺകുട്ടിയാണ്. എന്ത് കല്യാണം, എന്തൊരുക്കം? നിത്യേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ കണ്ടീഷനിൽ ഞാൻ കൂടെ വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. ശരി ശരി, എന്നാ വാ.
എങ്ങോട്ടാ രണ്ടാളും കൂടി? എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിന് ജ്യോതിയോടൊന്ന് കൂടെ വരാൻ പറഞ്ഞതാ. പുറത്തേക്കുള്ള യാത്ര നല്ലതാ. പറഞ്ഞതുപോലെ മനസ്സിനൊരു സ്വസ്ഥത കിട്ടും. ഇറങ്ങിപ്പോവാൻ ഭാഗ്യമുള്ളവർക്കേ പറ്റൂ. അല്ലാത്തവരൊക്കെ ഇതിനകത്ത് കിടന്ന് നരകിക്കണം. അമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഉദ്ദേശിച്ചത് എന്തായാലും കൊള്ളാം. നിന്റെ വാക്കുകൾക്കൊക്കെ ഇപ്പൊ മുമ്പത്തേക്കാൾ മൂർച്ചയുണ്ട്. ജീവിതമല്ലേ മോളെ, അത് സ്വാഭാവികമാണ്. അമ്മയുടെ പ്രശ്നം എന്തുവാ? നിത്യേച്ചി ഇപ്പൊ പുറത്തു പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറ. ഞാനറിയാൻ തടയുന്നൊന്നുമില്ല. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ധിക്കരിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. പൊയ്ക്കോ.